ശ്രീ നേരെ കോളേജിലേക്കാണ് വന്നത്. അവൻ അവിടെ എത്തിയപ്പോൾ ശ്രീമംഗലത്ത് നിന്നും ബാക്കിയുള്ളവരും അവിടെ എത്തിയിരുന്നു. അവർ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ഫ്രണ്ട് റോയിൽ തന്നെ എല്ലാവരും ഇരുന്നു. അപ്പോഴാണ് സത്യയും വേദം അവരുടെ അടുത്തേക്ക് വരുന്നത്. അച്ഛാ, ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെന്താ? അങ്ങനെ എല്ലാവരും കൂടെ മെയിൻ എൻട്രൻസിലേക്ക് പോയി. ചീഫ് ഗസ്റ്റിനെ ഒരു നോക്ക് കാണാൻ പിള്ളേരെല്ലാം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഊഹിക്കാലോ വരുന്നത് ചില്ലറ പുള്ളിയൊന്നും അല്ലെന്ന്. അല്പസമയത്തിന് ശേഷം ഒരു ബ്ലാക്ക് ബെൻസ് കോളേജ് കോമ്പൗണ്ടിലേക്ക് വന്നു നിന്നു. സത്യയും വേദം കോളേജ് ചെയർമാനും കാറിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഡോർ തുറന്ന് രണ്ട് കാലുകൾ ആ മണ്ണിലേക്ക് കുത്തി. കുട്ടികൾ ആവേശഭരിതരായി. ചാക്കോച്ചൻ എന്ന് പറഞ്ഞ കുട്ടികൾ ആർത്തു വിളിച്ചു. പെട്ടെന്ന് തന്നെ ഡോർ അടിച്ച് എക്കാലത്തെയും നമ്മുടെ റൊമാൻറ്റിക് ഹീറോ കുഞ്ചാക്കോ ബോബൻ നിറപുഞ്ചിരിയോടെ മുന്നിലേക്ക് വന്നു. ചാക്കോച്ചൻ എല്ലാവരെയും നോക്കി കൈപൊക്കി കാണിക്കുന്നുണ്ട്. പിള്ളേർ തങ്ങളുടെ ഹീറോയെ ആരവങ്ങളോട് കൂടി തന്നെ സ്വാഗതം ചെയ്തു. ഒരു സൈഡിൽ വെടിക്കെട്ട്, ഒരു സൈഡിൽ ബാൻഡ് മേള, എല്ലാം കൂടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി. സത്യയും വേദം കൂടെ ചാക്കോച്ചനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ശ്രീമംഗലം ടീംസ് എല്ലാം കൈകൊടുത്ത് ചാക്കോച്ചനെ വരവേറ്റു. എല്ലാവരും ഹാളിനകത്തേക്ക് കയറി. ശ്രീമംഗലം ടീംസിന്റെ കൂടെ ചാക്കോച്ചനും ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നു. അധികം വൈകാതെ തന്നെ പരിപാടി തുടങ്ങി. ഇനാഗുറേഷൻ ഒക്കെ ഭംഗിയായി തന്നെ നടന്നു. പിന്നീട് അങ്ങോട്ട് വേദി കുട്ടികൾക്കായി കൈമാറുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ അനൗൺസ്മെന്റ് വന്നു. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യമായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഈ കോളേജിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മിത്രവിന്ദ വർമ്മ. മിച്ചുവിന്റെ പേര് കേട്ടപ്പോ തന്നെ പിള്ളേർ ആർപ്പുവിളികളും വിസിലടികളും തുടങ്ങി. മിച്ചുവിന്റെ ഫാൻസ് അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ശ്രീമംഗലം ടീംസ്. ദേവിയെ, ഈ പെണ്ണിന് ഇത്രയും ഫാൻസോ? നിന്റെ കനിയിലെ പാറ്റകളാണിതെല്ലാം. ശ്രീയുടെ ഇരിപ്പും നന്ദുവിന്റെ കിളിയും കണ്ട് ചാക്കോച്ചൻ ചോദിച്ചു, എന്തു പറ്റി ശ്രീദേവിന്? ഈ പെർഫോം ചെയ്യാൻ വരുന്ന മുതൽ ഇവന്റെ ഭാവി ഭാര്യയാണ്, ഞങ്ങളുടെ അച്ഛൻ പെങ്ങളുടെ മകൾ. കൊച്ചിന്റെ ഫാൻസിനെ കണ്ട് കിളി പോയിരിക്കുകയാണ് ചെക്കന്. ചാക്കോച്ചൻ പൊട്ടിച്ചിരിച്ചു. ശ്രീ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. പെട്ടെന്ന് തന്നെ ഹാളിൽ ലൈറ്റ് മൊത്തം ഓഫായി. എല്ലാവരും നിശബ്ദരായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ആയി. പതുക്കെ സ്റ്റേജിൽ മാത്രം വൈറ്റ് ലൈറ്റ് തെളിഞ്ഞു. സ്റ്റേജിന്റെ നടുക്ക് നമ്മുടെ മിച്ചു നിൽപ്പുണ്ട്. മുട്ടറ്റം വരെയുള്ള ഒരു വൈറ്റ് ഫ്രോക്കും വൈറ്റ് ആംഗിൾ ലെങ്ത് ലെഗിൻസും ആയിരുന്നു അവളുടെ വേഷം. മുടി ബൺ ചെയ്ത് കെട്ടിയിട്ടുണ്ട്. വേറെ മേക്കപ്പ് ഒന്നും തന്നെയില്ല. അവളുടെ പെർഫോമൻസിന് വേണ്ടി എല്ലാവരും ആകാംക്ഷഭരിതരെ കാത്തിരുന്നു. അങ്ങനെ ഡാൻസ് തുടങ്ങി. മിച്ചുവിന്റെ മെയ് വഴക്കത്തിലും അവളുടെ ചടുലമായ നൃത്തച്ചുവടുകളിലും ആ വേദി ഒന്നാകെ അലിഞ്ഞു ചേർന്നു. ഒരു മയിലിനെ പോലെ അവൾ നൃത്തം ചെയ്തു. ഷിയുടെ കണ്ണുകളിൽ മിച്ചുവിനോടുള്ള പ്രണയം അലയടിച്ചു. അവളിലേക്ക് കൂടുതൽ ആകർഷപ്പെടുന്ന പോലെ അവന് തോന്നി. അവളുടെ നൃത്തം അവസാനിച്ചതും ഹാളിൽ മൊത്തം ലൈറ്റ് തെളിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മിച്ചുവിന് ജയ് വിളിക്കാനും ഒരു സംഘം ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ നമ്മുടെ കുട്ടുവും അജുവും വൈശുവും ടുട്ടും ഫോമിയും തന്നെയായിരുന്നു. അമേസിംഗ്, തന്റെ വൈഫ് ആള് കൊള്ളാലോട്. ഷീ പുള്ളിയെ നോക്കി ഒരു നിറ പുഞ്ചിരി സമ്മാനിച്ച് ഹാളിന്റെ വെളിയിലേക്ക് ഇറങ്ങി. മിച്ചു അപ്പോഴേക്കും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം കൂടെ അവളെ പൊതിഞ്ഞു. എന്റെ മിച്ചൂട്ടി, ഒരു രക്ഷയില്ല, പൊളി. അതെ, എല്ലാവരും അന്തം വിട്ടിരിക്കുക നിന്റെ ഡാൻസ് കണ്ട്. ഷീയേട്ടന്റെ ഇരിപ്പായിരുന്നു കാണേണ്ടേ. പറഞ്ഞു തീർന്നില്ല, ആളിങ്ങി എത്തി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരുന്ന ശ്രീയെ പിള്ളേർ കാണുന്നത്. മിച്ചു ശ്രീയെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ എന്തെങ്കിലും ചോദിക്കും മുമ്പേ അവൻ ഓടി വന്ന് അവളെ വാരി പുണർന്നു. ഐ ലവ് യു ഡി. മിച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളും തിരിച്ച് അവനെ ചേർത്ത് പിടിച്ചു. മതിയടാ, അവളെ ഞെക്കി പൊട്ടിക്കാതെ. നന്ദുവിന്റെ ശബ്ദം കേട്ടാണ് ശ്രീ മിച്ചുവിൽ നിന്ന് അകന്നു മാറിയത്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ശ്രീമംഗലം നിവാസികളെ അവർ കാണുന്നത്. രണ്ടുപേരെ എല്ലാവരും നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. കിളിക്കല്ലേ, നീ വീണ്ടും വീണ്ടും ഞങ്ങളെ ഞെട്ടിക്കുവാണല്ലോ മിച്ചൂട്ടി. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് നാളൊക്കെ ശേഷമാണ് എന്റെ കുട്ടി ചിലങ്കാണിയെന്ന്. എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ എന്റെ കൊച്ചയിലും ഉണ്ടല്ലോ. ബാക്കിയെല്ലാം പാട്ടിന്റെ പുറകെ പോയി. മുത്തശ്ശിക്ക് സന്തോഷായിട്ടോ. എല്ലാവരും മിച്ചുവിനെ അഭിനന്ദിച്ചു. മിച്ചു എല്ലാവരോടും പറഞ്ഞ് ഡ്രസ്സ് മാറാൻ പോയി. എന്നാ വാ, നമുക്ക് ഹാളിലോട്ടിരിക്കാം. വന്ന സ്ഥിതിക്ക് പിള്ളേരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അതെ, എല്ലാവരും തിരികെ ഹാളിലേക്ക് പോയി. ഇതിനോടകം തന്നെ ചീഫ് ഗസ്റ്റ് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കൃഷ്ണൻ ഒരു കോൾ വന്നു. അയാൾ ഫോൺ എടുത്ത് നോക്കി. ആരാളിയ? അറിയില്ല, പരിചയമില്ലാത്ത നമ്പറാണ്. ഞാൻ ആരാന്നൊന്ന് നോക്കട്ടെ. കൃഷ്ണൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ. മറുഭാഗത്ത് നിന്നും മറുപടിയൊന്നും കിട്ടിയില്ല. പ്രതികരണമൊന്നും ഇല്ലാണ്ട് വന്നപ്പോ അയാൾ ഫോൺ വെച്ച് തിരികെ നടന്നു. അപ്പോഴാണ് കൃഷ്ണൻ ആ കാഴ്ച കണ്ടത്. ഒരു മരത്തിന് ചുവട്ടിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ട് കൃഷ്ണന്റെ ശരീരം ആകെ വിറകൊണ്ടു. കഴിഞ്ഞുപോയ സംഭവങ്ങൾ കൃഷ്ണന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. അറിയാതെ അയാളുടെ നാവിൽ നിന്നും ആ പേര് പുറത്തു വന്നു. മാഡി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ്ണൻ പകച്ചു നിന്ന് പോയി. തോളിൽ ആരുടെ കരസ്പർശം അറിഞ്ഞ് കൃഷ്ണൻ ഞെട്ടി തിരിഞ്ഞു നോക്കി.
എന്താ അളിയ, എന്തു പറ്റി? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അത് അത് ഞാൻ അവനെ കണ്ടു, മാഡിയെ. എന്ത്? ഇവിടെ വെച്ചോ? ഇവിടെ എങ്ങനെ? അതെ, ആ മരത്തിന് ചുവട്ടിൽ. കൃഷ്ണൻ വെളിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സത്യ കൃഷ്ണൻ വിരൽ ചൂണ്ടിയടുത്തേക്ക് നോക്കി. പക്ഷെ അവിടെ അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ കണ്ടത് അവനെ അവിടെ ഉണ്ടായിരുന്നു. അളിയൻ ടെൻഷനാകാതെ, നമുക്ക് നോക്കാം. സത്യ ഫോൺ ചെയ്ത് ദേവനെയും ഇന്ദ്രനെയും പുരുഷുവിനെയും പുറത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഡാ, CCTV നോക്കിയാ പോരെ, ആളെ അറിയാൻ പറ്റുമല്ലോ. പ്രോഗ്രാം പ്രമാണിച്ച് CCTV ഓഫ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ തവണയാണ് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്. അവൻ ഒളിപ്പോര് നടത്തുവല്ലേ? നടത്തട്ടെ, നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്ന്. ഇവര് മാറി നിന്ന് സംസാരിക്കുന്ന നമ്മുടെ ചേട്ടന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയാൻ അവർ പുറത്തേക്ക് വന്നു. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്തായാലും ഞങ്ങളും കൂടെ അറിയട്ടെ. അതെ, എന്തായാലും ഒരുമിച്ച് നേരിടും. പറയാം, വീട്ടിൽ ചെല്ലട്ടെ. ഇനി നിങ്ങൾ കൂടെ കാര്യം അറിഞ്ഞേ പറ്റൂ. എന്താ മുത്തശ്ശ, കാര്യം സീരിയസ് ആണ് തോന്നല്ലോ. പറയടാ, വീട്ടിൽ ചെല്ലട്ടെ. ഇപ്പൊ വാ, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാവരും അകത്തേക്ക് പോയി. അച്ഛന്മാരുടെ മുഖഭാവത്തിൽ നിന്നും കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് പിള്ളേർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് കൂടുതലൊന്നും ചോദിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ എല്ലാവരും ശ്രീമംഗലത്ത് തിരിച്ചെത്തി. വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് അച്ഛനും പുരുഷനും ഗാർഡനിലേക്ക് പോയി. അവർക്ക് തൊട്ടുപുറകെ നമ്മുടെ ചേട്ടന്മാരും അങ്ങോട്ടേക്ക് ചെന്നു. ഇനിയെങ്കിലും കാര്യം പറ, എന്താ നിങ്ങളെയൊക്കെ അലട്ടുന്ന ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആരും ഇത്ര ഡെസ്പായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പറയാം, നിങ്ങൾക്കറിയോ എന്തിനാ ഇവർ ഇത്ര പെട്ടെന്ന് അമേരിക്ക വിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന്? അത് അച്ഛന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. അമ്മയ്ക്കും അതായിരുന്നു ഇഷ്ടം. അവിടുത്തെ ലൈഫ് ഞങ്ങൾ ശരിക്കും മടുത്തു തുടങ്ങിയിരുന്നു. അതുകൊണ്ടല്ലേ. അത് നിന്നോടും മിച്ചുവിനോടും പറഞ്ഞ റീസൺ. പക്ഷെ യഥാർത്ഥ കാരണം അതൊന്നും അല്ലായിരുന്നു. പിന്നെ അത് അളിയൻ തന്നെ പറയുന്നതാണ് നല്ലത്. സത്യ കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണ എല്ലാവരെയും നോക്കി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറയാൻ തുടങ്ങി. ഞാൻ അവിടെ ഒരു മലയാളി രാഘവ മേനോന്റെ ഉടമസ്ഥയിലുള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. ഒരു സായിപ്പിനെ പറ്റിച്ച് അയാൾ കൈക്കൈലാക്കിയതാണ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാളും അയാളുടെ മരുമകനും കൂടെയാണ് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഹോസ്പിറ്റലിന്റെ പേര് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അവിടുന്ന് ഹാർട്ടിലെ വാൾവ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഒരു സ്ത്രീ മരണപ്പെട്ടു. ഈ വാൽവ് ട്രാൻസ്പ്ലാന്റേഷന് ആർട്ടിഫിഷ്യൽ വാൽവാണ് ഉപയോഗിക്കുന്നത്. ആ സ്ത്രീക്ക് മാറ്റിവെച്ചത് ഒരുപാട് പഴക്കം ചെന്ന വാൽവായിരുന്നു. അതിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. അവര് കേസിന് പോയി. എന്നാൽ പണത്തിന്റെ പുറത്ത് ആ കേസൊക്കെ തേഞ്ഞുമാഞ്ഞു പോയി. ഒരു ദിവസം ഒരു സ്ത്രീ അവരുടെ കുട്ടിയെ കൊണ്ടുവന്ന് എന്നെ കാണാൻ വന്നു. കലശലായ വയറുവേദനയായിരുന്നു റീസൺ. എനിക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പീഡിയാട്രിഷ്യനെ ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ സർജറിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നീട് കുറച്ചുനാൾ കുഴപ്പമില്ലായിരുന്നു പോലും. വീണ്ടും വേദന തുടങ്ങിയപ്പോഴാണ് എന്നെ കാണാൻ വന്നത്. ഞാൻ ആ കുട്ടിയുടെ പഴയ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചു. ആ കുട്ടിക്ക് കിഡ്നി സ്റ്റോൺ ആയിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ചെയ്തത് ഒരു മേജർ സർജറി ആയിരുന്നു. കിഡ്നി സ്റ്റോണിന് അതിന് ആവശ്യമില്ലല്ലോ. അതൊക്കെ കൂടെ ആയപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ അവരെ കൊണ്ട് എക്സ്റേ ഒക്കെ എടുപ്പിച്ചു. ആ കുട്ടിയുടെ പഴയ റിപ്പോർട്ടും വാങ്ങിവെച്ചു. നാളെ വന്ന് കാണാൻ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. രാത്രി വീട്ടിൽ വന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ ഒരു കിഡ്നി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന്. അന്ന് ആ സർജറിയിലൂടെയാണ് അത് സംഭവിച്ചിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. അന്ന് നൽകിയ മരുന്നുകളുടെ എഫക്റ്റ് ആയിരുന്നു എപ്പോഴുമുള്ള ആ കുട്ടിയുടെ വേദന. കൊടുത്ത മരുന്നുകളെല്ലാം എക്സ്പയർ ആയതായിരുന്നു. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഞാൻ പിറ്റേന്ന് തന്നെ ആ സർജറി ചെയ്ത ഡോക്ടറിനെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കാലുകൾ രണ്ടും മുറിച്ചു മാറ്റപ്പെട്ട് പരസഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അവിടെ നിറഞ്ഞ കാര്യങ്ങൾ എന്നിൽ ഒരു ഞെട്ടലുളവാക്കി. ആ ഹോസ്പിറ്റലിന്റെ മറവിൽ പല ഇല്ലീഗൽ ബിസിനസ്സുകളും നടക്കുന്നുണ്ട്. അവയവക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും അങ്ങനെ പലതും. രോഗികൾക്ക് കൊടുക്കുന്ന പല മരുന്നുകളും എക്സ്പയർ ആയതായിരുന്നു. ഇതുവഴി കോടിക്കണക്കിന് രൂപയാണ് അവർ സമ്പാദിച്ചു കൂട്ടിയത്. ആദ്യമൊക്കെ പണത്തിന് വേണ്ടി ഈ ഡോക്ടർ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒടുവിൽ കാശിന്റെ പേരിൽ അവർ തമ്മിൽ തെറ്റി. ഈ സത്യങ്ങളൊക്കെ പുറത്തു പറയാന്ന് പറഞ്ഞതിനാണ് രാഘവന്റെ മരുമകൻ അയാളുടെ കാലുകൾ വെട്ടിയെടുത്ത് അയാളെ ആ അവസ്ഥയിലാക്കിയത്. അവരെ പേടിച്ച് അയാൾ പിന്നീട് ഒന്നിനും പോയില്ല. പിന്നീട് ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷണം നടത്തി. അവർക്കെതിരായുള്ള തെളിവുകൾ സംഘടിപ്പിച്ചു. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. പക്ഷെ ഇവരുടെ പിടിപാട് അറിയാവുന്നതുകൊണ്ട് ഞാൻ തെളിവുകൾ പോലീസിന് മുമ്പിൽ സമർപ്പിച്ചില്ല. കോടതി നേരിട്ട് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു. വിവരം അറിഞ്ഞ് അയാളുടെ മരുമകൻ എന്നെ കാണാൻ വന്നു. ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അന്നായിരുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത്. ഹോസ്റ്റലിൽ നിന്ന് മിച്ചു വന്ന സമയമായിരുന്നു അത്. വേദപ്പോഴും കമ്പനിയിലെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായി ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അന്ന് അവൻ മിച്ചുവിനെ കണ്ടു. അവന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അന്ന് വൈകുന്നേരം അവന്റെ ഫോൺ കോൾ എന്നെ തേടിയെത്തും. അവന് മിച്ചുവിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. വാട്ട്? അതെ, അവൻ മിച്ചുവിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ പേടിപ്പിക്കാനാണെന്ന് ഞാൻ കരുതി. ഞാൻ കേസുമായി മുമ്പോട്ട് പോയി.
തെളിവുകൾ സമർപ്പിച്ചു. വിശദമായ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. അതുവരെ ഹോസ്പിറ്റൽ സീൽ ചെയ്തു. അവർക്ക് എന്നോടുള്ള പക കൂടി. അതിനവർ തിരഞ്ഞെടുത്തത് മിച്ചുവിനെ ആയിരുന്നു. അവൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവളെ ആവശ്യപ്പെട്ട് അവൻ നിരന്തരം വിളിക്കാൻ തുടങ്ങി. മിച്ചുവിന്റെ പുറകെ അവൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നീട് എനിക്ക് അവൻ അവൾ പോലും അറിയാണ്ട് പല സ്ഥലങ്ങളിൽ വെച്ചെടുത്ത് അവളുടെ ഫോട്ടോസ് അയച്ചു തന്നു. അപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് അളിയന്മാരോട് കാര്യം പറഞ്ഞു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് മിച്ചുവിന്റെ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. മിച്ചുവിനെയും വേദനയും ഞങ്ങൾ ഒന്നും അറിയിച്ചിരുന്നില്ല. ഭദ്രയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇവർ ഇങ്ങോട്ട് വന്നത് അവിടെ അധികം ആർക്കും അറിയില്ല. ആ ഒരു സമാധാനത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇപ്പോ അവൻ ഇവരെ തേടി ഇവിടെ എത്തി. ഇവിടെയോ? അതെ, കഴിഞ്ഞ ദിവസം കൃഷ്ണന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയതായത്. ദേവൻ അന്ന് കിട്ടിയ ലെറ്റർ എടുത്ത് നന്ദുവിന്റെ കൈ കൊടുത്തു. ചെക്കന്മാർ 4 അത് വായിച്ചു. അത് വായിക്ക് 4 പേരുടെ മുഖം വരിഞ്ഞു മുറുകി. ഷീയുടെ കണ്ണുകളെ പക ആളി. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഇന്ന് കോളേജിൽ വെച്ച് വീണ്ടും ആളി അവനെ കണ്ടു. മാഡി എന്ന അസുരനെ. മാഡി? അവന്റെ വിളിപ്പേര് അങ്ങനെയാണ്. ശരിക്കുള്ള നീ അളിയൻ അറിയില്ല. എല്ലാവരും അവനെ വിളിക്കുന്നത് മാഡി എന്നാ. അവൻ ആരായാലും വെറുതെ വിടില്ല. എന്റെ പെണ്ണിനെ വെച്ച് വിലപേശുന്നു. തീർക്കും ഞാൻ അവനെ. അച്ചു എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? നമ്മളിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോളെ ഞാൻ ചോദിച്ചേലേ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോന്നു. നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് പറയാന്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ പോരിന് പോകില്ലേ അവന്റെ അടുത്ത്? എന്നാലും ഏതവനാണെന്ന് വെച്ചാൽ ഇങ്ങ് വരട്ടെ. അവളിപ്പോ ഞങ്ങളുടെ പെങ്ങളും ഇവന്റെ പെണ്ണുമാണ്. നിങ്ങൾ ഇത് ഞങ്ങൾക്ക് വിട്ടേക്ക്. അതെ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, CCTV ഒന്നും നോക്കിയില്ലേ നിങ്ങൾ? ഹോസ്പിറ്റലിന്റെ നോക്കിയടാ, പക്ഷെ മുഖം വ്യക്തമല്ല. കോളേജിന്റെ ആണ് ഇന്ന് ഓഫും ആയിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളോട് പറയണ്ട, ചുമ്മാ ടെൻഷനാകും. അതെ, പക്ഷെ അജുവിനോടും കുട്ടുവിനോടും പറഞ്ഞു മനസ്സിലാക്കണം. അവളോടൊപ്പം എപ്പോഴും ആരേലും വേണം. അത് ശരിയാ, നാളെ അവന്മാരോട് നമുക്ക് പറയാം. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ അകത്തേക്ക് പോയി. പിറ്റേന്ന് തന്നെ വേദ് അജുവിനോടും കുട്ടുവിനോടും മാഡിയെ പറ്റിയുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചു. തൽക്കാലം പെൺകുട്ടികൾ ഇതേപ്പറ്റി അറിയേണ്ട എന്ന് അവരോട് പറഞ്ഞിരുന്നു. ഇപ്പൊ എവിടെ പോയാലും മിച്ചുവിന്റെ ഇടവും വലവും അജുവും കുട്ടുവും ഉണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ മാഡിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നീക്കങ്ങളും ഉണ്ടായില്ല. ശ്രുതിക്കിപ്പോ 7ാം മാസമാണ്. സാധാരണ 7ാം മാസത്തിൽ പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഭദ്രയുടെ ആവശ്യപ്രകാരം ശ്രുതിയുടെ വളകാപ്പ് ശ്രീമംഗലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. എന്നാണ് ആ ചടങ്ങ്. അതിന്റെ ഒരുക്കത്തിലാണ് ശ്രീമംഗലം. തറവാട് മുഴുവൻ പൂക്കൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. മുറ്റത്ത് തന്നെ വലിയൊരു പന്തൽ കെട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. രാവിലെ തന്നെ സ്ത്രീകൾ എല്ലാവരും കൂടി ശ്രുതിയുമായി കുളക്കടവിലേക്ക് പോയി. ഒന്നും അറിയില്ലേലും നമ്മുടെ മിച്ചും ചുട്ടും അവർക്ക് പിന്നാലെ വെച്ച് പിടിച്ചിട്ടുണ്ട്. കുളക്കടവിലെത്തി ശ്രുതിയുടെ ഡ്രസ്സ് മാറ്റി ഒരു കസവും കൊണ്ട് മാറിന് മുകളിലേ വരുന്ന രീതിയിൽ ഉടുപ്പിച്ചു. ഭദ്ര മഞ്ഞളും ചന്ദനവും കലർത്തി മിശ്രിതവുമായി ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. രേവവും ലച്ചുവും സുകന്യയും ഭദ്രയും കൂടെ അവളെ ദേഹത്ത് അത് നന്നായി തേച്ചു പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് രേവവും ഭദ്രയും കൂടെ പതുക്കെ അവളെ കുളത്തിലേക്ക് ഇറക്കി മുക്കിക്കയറ്റി. അവർ തന്നെ അവളെ കുളിപ്പിച്ച് ഈറം മാറ്റി തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അവർ നേരെ പോയത് ഗസ്റ്റ് റൂമിലേക്കാണ്. അവിടെ അവൾക്ക് റെഡിയാകാനുള്ള എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. ഭദ്ര ശ്രുതിയെ ഒരു കസേരയിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും ദേവിയമ്മ അവളുടെ മുടിക്ക് പുക കൊടുക്കാനുള്ള സാമഗ്രികളുമായി എത്തി. ദേവിയമ്മ ശ്രുതിയുടെ മുടി നന്നായി തോർത്തി പുക കൊടുത്തു. കല്യാണത്തിന് അപ്പോൾക്ക് കൊടുത്ത മന്ത്രകോടി വേണം ഇന്നവൾ ഉടുക്കാൻ. ലച്ചുവും സുകന്യയും കൂടെ അവളെ ഭംഗിയായി സാരി ഉടുപ്പിച്ചു. രേവു അവളെ ആഭരണങ്ങളും അണിയിച്ചു. ഭദ്ര അവളുടെ മുടി ഉണക്കി പിന്നിക്കെട്ടി നിറയെ പൂച്ചൂടി കൊടുത്തു. കണ്ണ് വാലിട്ടെഴുതി. നിറകെ നല്ല കട്ടിക്ക് സിന്ദൂരം തൊട്ടുകൊടുത്തു. നെറ്റിയിൽ സിന്ദൂരം കൊണ്ട് തന്നെ പൊട്ടും വെച്ചു. എല്ലാവരും കൂടെ അവൾ ഒരു കല്യാണപ്പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി. പതിവിലും ചൈതന്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവളുടെ ഉന്തിയ വയറും തുടുത്ത കവിൾത്തടങ്ങളും അതിന് മാറ്റുകൂട്ടി. അമ്മമാരുടെ ശുശ്രൂഷയുടെ ഫലമായി ശ്രുതി നന്നായി വണ്ണം വെച്ചിരുന്നു. നിറവും കൂടി. എന്റെ മോള് സുന്ദരിയാട്ടോ, ആരുടെയും കണ്ണുപെടാണ്ടിരിക്കട്ടെ. ഭദ്ര അല്പം കൺമഷി എടുത്ത് അവളുടെ ചെവിയുടെ പുറകെ തൊട്ടുകൊടുത്തു. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ശ്രുതിയെ നോക്കി നിന്നു. ശ്രുതി നിറ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി. തനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെ ഓർത്ത് അവൾ ഈശ്വരന്മാർക്ക് നന്ദി പറഞ്ഞു. ശ്രുതിയെ റെഡിയാക്കി കഴിഞ്ഞ് ബാക്കിയുള്ളവരും പോയി റെഡിയായി വന്നു. ചടങ്ങിന് സമയമായപ്പോ അമ്മമാർ എല്ലാവരും കൂടെ അവളെ പന്തലിലേക്ക് കൊണ്ടുവന്നു. ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു താഴെ. അപ്പോ കല്യാണ വേഷത്തിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശ്രുതിയെ കണ്ട് ഒരു നിമിഷം അവൻ ചുറ്റുമുള്ളതൊക്കെ മറന്ന് അവളെ തന്നെ നോക്കി നിന്നു. എന്റെ ഏട്ടാ, പതിയെ നോക്ക്, മുത്തശ്ശി കാണണ്ട, ഏട്ടത്തേക്ക് കണ്ണുപെടുമെന്ന് പറഞ്ഞ് വയറ് നിറച്ച് കിട്ടിയനെ. നീ പോടാ, എന്റെ പ്രോപ്പർട്ടി ഞാൻ നോക്കും. ഞാൻ ഒന്നും പറഞ്ഞില്ലേ, നോക്ക് നോക്ക്. അപ്പോഴേക്ക് അമ്മമ്മ ശ്രുതിയെ കൊണ്ടുവന്ന് അവിടെയുള്ള അലങ്കരിച്ച കസേരയിൽ ഇരുത്തി. അപ്പോ എന്താ മുത്തു, മോ ഇവിടെ വന്നിരിക്കുക. അപ്പോ ഒരു ചിരിയോടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്കടുത്തായി അവനും ഇരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു.